ഈ മോമോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് നമ്മളെ ഹെവനിൽ എത്തിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കാം. ഫസ്റ്റ് തന്നെ 1 കപ്പ് മൈദമാവ് ഒരു പാത്രത്തിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ്റെ സ്റ്റോക്കാണ്. ഇത് നമ്മൾ ചിക്കൻ മോമോസാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം തന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ അതിലത്തെ സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് മാവ് നല്ല ടൈറ്റ് ആവാൻ പാടില്ല, നല്ല ലൂസ് ആവാനും പാടില്ല. എന്നിട്ട് നമ്മൾ നല്ല രീതിക്ക് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് അതിൻ്റെ മുകളിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട് മൂടി വെക്കുക. എന്നിട്ടൊരു 1 മണിക്കൂർ 2 മണിക്കൂർ എത്രയാണോ നമുക്ക് പറ്റുക അത്രയും നേരം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അത്രയും നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ ഈ ഒരു റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് മടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്തോളൂ. നമുക്ക് ലേശം മടി കൂടുതൽ. അത് കാരണം തന്നെ നമ്മളെ പീജിയൻ ചേട്ടനെ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ സബോള, ക്യാരറ്റ്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് 2 വലിക്കുക. അതോടുകൂടി നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ടാവും. നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. നല്ല ചികിടാമണി പീസായിട്ടുണ്ടാവും. നമ്മുടെ ഈ മോമോസിലോട്ട് എല്ലാ വെജിറ്റബിൾസും നല്ല ചികിടാമണി ആവണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെറും ക്യാരറ്റും ഒനിയനും വെളുത്തുള്ളിയും ഇഞ്ചി മാത്രമാണ് ചേർത്തിക്കുന്നത്. നിങ്ങൾക്ക് ക്യാബേജൊക്കെ ചേർക്കുമ്പോൾ എല്ലാം പൊടിയായിട്ടായിരിക്കുക. പിന്നെ ഇത്തിരി മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ മാഷ്ഡ് പൊട്ടാറ്റോസും ചേർത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്ക് ചെയ്തതാണ്. പിന്നെ നല്ല രീതിക്ക് പൊടിയായിട്ടായിരുന്ന പച്ചമുളകും കുറച്ച് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാട്ടെ. എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ മുളക് പൊടി ലേശം ചേർക്കുക. നല്ലൊരു സ്പെഷ്യൽ എരിവ് വേണ്ടിയെന്നുണ്ടെങ്കിൽ പെപ്പർ ചേർത്ത് കൊടുക്കാം, കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ചേർത്ത് കൊടുക്കണം നമ്മൾ നല്ല രീതിക്ക് വേവിച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ മിക്സിയിലൊന്ന് നല്ല രീതിക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ല രീതിക്ക് മിക്സ് ആക്കാം. കൈകൊണ്ട് മിക്സ് ആക്കുമ്പോൾ ആ ഒരു മസാല ഒന്ന് പകുതിയാവും കേട്ടോ. ഇനി നമ്മൾ അതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മോമോസിൻ്റെ ടേസ്റ്റ് ഹൈ ലെവലിലോട്ട് എത്തിക്കണം ഒരു അടിപൊളി സോസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 വറ്റൽമുളക് ചൂട് വെള്ളത്തിൽ കുതിർത്താൻ വെക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ഇത് കുതിർത്തണം. അപ്പോഴാണ് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നല്ല അടിപൊളിയിട്ട് അരിഞ്ഞ് കിട്ടുക. അതിനിടയിൽ തന്നെ നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം പുളിയും. 10 മിനിറ്റിന് ശേഷം നമ്മൾ ഈ ഒരു സോക്ക് ചെയ്ത വറ്റൽമുളക് നേരെ തന്നെ മിക്സിയിലോട്ട് ആഡ് ചെയ്യുക. ഒപ്പം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്യുക കേട്ടോ. ആ ഒരു മുളകിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ നല്ല ചോന്ന് തുടുത്തിട്ടുള്ള ഒരു കളർ കിട്ടും നമ്മൾ അരച്ച് കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ അടുപ്പ് കത്തിച്ചുള്ള കുറച്ച് പണികളാണ്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് പെരിഞ്ചീരകവും നല്ല ജീരകവും ചേർക്കുക. ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഈ ഒരു സോസ് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് വീണ്ടും ഒരു ഹൈ ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും ചാറ്റ് മസാല മറക്കണ്ട കേട്ടോ. ഒരു എക്സ്ട്രീം ടേസ്റ്റ് കൊടുക്കും നമ്മൾ ഈ സോസിന്. പിന്നെ സോസ് തിളക്കുമ്പോൾ നല്ല പൊട്ടിത്തെറിയുന്നു കേട്ടോ. കൈക്കും മേൽക്കും ഒക്കെ തെറിച്ച് പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നമ്മൾ വീണ്ടും നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ചൊരു മീറ്റ് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് നല്ല പൊട്ടിത്തെറിച്ചിട്ട് കൈമക്കൊക്കെ നല്ല രീതിക്ക് പൊട്ടിത്തെറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മൂടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സോസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സോസ് ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ് കേട്ടോ. വെറും ചോറുണ്ടല്ലോ അതിൻ്റെ കൂടെ പക്കായിട്ട് സ്യൂട്ടാവും. പിന്നെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആകുമ്പോൾ കുറച്ച് എരിവ് കുറക്കണം കേട്ടോ. ഇപ്പോൾ ചേർത്ത് കൊടുക്കണം പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മുടെ സോസിന് എരിവ്, പുളി പ്ലസ് മധുരം ഇതെല്ലാം കൂടി ചേർത്തുള്ള ഒരു കിടുക്കാച്ച ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മൾ വറ്റിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് അതോടുകൂടി നമ്മുടെ സോസിൻ്റെ പരിപാടി റെഡി. ഇനി നമുക്ക് മോമോസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാവൊന്ന് തുറന്ന് നോക്കുക. അപ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഒരു മണിക്കൂറൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ മസാല ഉണ്ടാക്കി പിന്നെ സോസ് ഉണ്ടാക്കി അപ്പോൾ ഇതിനൊക്കെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിക്കണം. ഇനി നമ്മൾ ചെയ്യണത് നമ്മളെ മാവിൽ നിന്ന് കുഞ്ഞു ഉരുളകളാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്തിരി പ്രസ് ഉണ്ടല്ലോ അതുമ്മ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ എളുപ്പപ്പണിയാക്കുക. അല്ലാണ്ട് നമ്മളിങ്ങനെ പരത്തിയൊക്കെ വരുമ്പോഴത്തേക്കും കുറേ നേരം പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത്രയും പണിയും. അപ്പോൾ അതിനേക്കാൾ
ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ പത്തിരി പ്രസ്സിലോട്ട് ഈ ഓരോ ബോൾ എടുത്തേക്കുക, എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിക്ക് വട്ടതി കിട്ടാൻ നോക്കാം കേട്ടോ. അത് നമ്മൾക്ക് ഈ പ്രസ്സിലായതുകൊണ്ട് പിന്നെ സുഖമായിട്ട് കിട്ടും, ഷേപ്പൊന്നും നോ വിഷയം. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയത് ഷേപ്പ്. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നടുവിലേക്കായിട്ട് നമുക്ക് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാമല്ലോ, മടക്കാൻ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലടേ. അങ്ങനെ പറഞ്ഞ പോലെയാണ്, എനിക്ക് മടക്കാൻ നിച്ചല്ല. പിന്നെ ഉമ്മൊക്കെ വന്നിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ നല്ലൊരു ഷേപ്പിൽ കിട്ടിയത്. അത് കാരണം നിങ്ങൾ മടക്കണതൊക്കെ നല്ല പ്രൊഫഷണൽസിൻ്റെയൊക്കെ ഒന്ന് പോയിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഈ റെസിപ്പി എൻ്റെത് ഫോളോ ചെയ്തോ, പക്ഷേ മടക്കണ രീതി നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കും, എന്നാലേ അത് സെറ്റ് ആവുള്ളൂ. നമുക്കറിയാത്ത പണി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഞാൻ എന്താണ്ട് ഒപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സാധനം. ബാക്കിയൊക്കെ ഉമ്മ ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ ആവിയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ തട്ടിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മോമോസ് ഓരോന്നോരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. കറക്റ്റ് 10 മിനിറ്റ് മതി കേട്ടോ. അതോട് കൂടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ചിക്കൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ചിക്കൻ വേവിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ചിലവർ അത് വേവിക്കാണ്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം കൂടി വേവിക്കേണ്ടി വരും കേട്ടോ. എനിക്കൊരു വസ്വാസായതുകൊണ്ട് ഞാൻ പിന്നെ വേവിച്ച ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അപ്പോഴത്തേന് നമ്മുടെ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മോമോസ് റെഡി ആയിട്ട്, അപ്പോൾ നടുവിൽ നല്ല ചട്നിയൊക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ചുറ്റോറും നമ്മളെ മോമോസും എല്ലാം വെച്ചേക്കണ്. സംഭവം കാണുമ്പോൾ തന്നെ ഒരു കൊതിയാണ് എനിക്ക്. അപ്പോൾ എനിക്ക് എന്തായാലും റൊമ്പ പൊടിച്ചിരിക്കണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ. ഞാൻ പറയണത് മസ്റ്റ് ട്രൈ ആണ്. ഈ സോസ് ഒരു രക്ഷയില്ല, ഈ മോമോസിൻ്റെ കൂടെ എക്സ്ട്രീം ലെവലാണ്. പിന്നെ സ്പൈസിനെസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കുറേ എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.